ഞാൻ എന്തിനാണ് ഈ വീഡിയോ ഇടണമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഒരു മരുന്ന് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കുറേ കുട്ടികളെ കാണിച്ചു തരാം. ഈ കുട്ടികളുടെയൊക്കെ ഗ്രോത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇതൊക്കെ ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങാനായിട്ട് ഒരാഴ്ചയുടെ സമയം എന്തായിരുന്നാലും വേണം, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ അവരുടെയൊക്കെ ഗ്രോത്ത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര ഇപ്പോൾ 100 കുട്ടി ഇറങ്ങിയാലും അതിൽ എല്ലാ കുട്ടിയും ഒരേ ക്വാളിറ്റിയിൽ ഇറങ്ങുന്നതായിരിക്കും, ഒരേ സൈസിലായിരിക്കും, ഒരെണ്ണത്തിനും ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു 10-15 എണ്ണത്തിനെ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഈ 2-3 എണ്ണം വെച്ച് മാത്രം എടുത്തിടുന്നതിൻ്റെ കാരണമുണ്ട്. കാരണം ഞാനിതെല്ലാ കൂട്ടിയിട്ടും കൂടെ കുട്ടി ഒരുമിച്ച് വലിച്ചിറങ്ങി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചെനിക്കൊരു കൺഫ്യൂഷനാകും. ഇതിൽ മിക്ക കുട്ടികൾ ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഏത് പേരിനിറക്കിയിരുന്നാലും എനിക്ക് കിട്ടുന്ന കുട്ടികളിൽ മിക്കതും ഒരുപോലെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഈ രണ്ട് എടുത്ത് വെച്ച് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ കുട്ടികൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതാണ്, ഇപ്പോൾ ഇത് കാണിച്ചു. അതും എല്ലാം ഒരേ ഹെൽത്തായിരിക്കും. അതായത് കുട്ടി വളർന്ന് പുറത്തിറങ്ങുന്ന സമയം തന്നെ അവരുടെ ഫുള്ള് ചിറകെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് പറത്തിറക്കാനും പറത്തുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്, അവർക്കുള്ള ആരോഗ്യവും കാണത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഏത് കുട്ടിയെടുത്താലും എനിക്കിപ്പം 50-60 കുട്ടികളെ നമ്മൾ ചിലപ്പോൾ ഒരു ബാച്ചിലൊക്കെ എടുത്തിട്ട് അതിൽ നമ്മൾ കൊള്ളാമെന്നുള്ള കുറേ കുട്ടികൾ നമ്മൾ പറത്തിക്കും. അതിൽ കൊള്ളാമെന്നുള്ളത് തന്നെ, അല്ലാത്തത് കൊള്ളൂലാത്തതൊന്നുമല്ല, എല്ലാ കുട്ടികളെയും നമ്മൾ നോക്കിയിട്ട് ആവശ്യക്കാർ വരുന്നതനുസരിച്ച് കുറേ കുട്ടികളെ നമ്മൾ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത്രയും കുട്ടികളുടെ ആവശ്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കുട്ടികൾ, ഈ കളർ ബേസിലാണ് ഞാൻ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്, അല്ലാണ്ട് ഭയങ്കര ക്വാളിറ്റി നോക്കിയിട്ടൊന്നുമല്ല. പിന്നെ നമ്മൾ പ്രത്യേക ക്വാളിറ്റി ആക്കി എടുക്കുന്നതാണ് കുട്ടികളെ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പ്രാവിനെ പിടിക്കാനായിട്ട് പോകുന്നുണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മുടെ ജാക്കിപ്പുള്ളിയുടെ കുട്ടിയാണ്. കുഴപ്പമില്ല, ഇത്തവണത്തെ കുട്ടിയും വലിയ കുഴപ്പമില്ല. ഇത് 2 ബാച്ചൊക്കെ എടുത്ത് മരുന്ന് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ പരിസരത്ത് ഞാൻ പോവില്ല. അപ്പം നമുക്കൊരാളൊരു മരുന്ന് പറഞ്ഞു തന്നു, ആ മരുന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ നമുക്കൊരു വിശ്വാസം വേണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ പറഞ്ഞാൽ അയ്യോ അത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ 1 പ്രോപ്പറായിട്ട് വിലക്കിളക്കുക, 2 എപ്പോഴും കൂട്ടിൽ വെള്ളവും തീറ്റയും വയ്ക്കുക. വെള്ളവും തീറ്റയും വയ്ക്കുന്നതിൻ്റെ ഇത് ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോൾ ഈ കുട്ടിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതല്ലാണ്ട് കുട്ടി കൂടെ തൂവൽ കുറഞ്ഞത്, അതായത് ഫുള്ള് തൂവൽ വരാത്ത കുട്ടിയെ എടുത്ത് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ കണ്ടോ, കുട്ടികളൊന്നും എല്ലാം എന്തെങ്കിലും ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ കുട്ടികളും ഒരേ സൈസിലായിരിക്കും. അപ്പോൾ എനിക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എല്ലാം ഒരേപോലെ. അതെനിക്ക് എൻ്റെ പാരൻറ്റ് സ്റ്റോക്കിനും ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ചെയ്യണം, കണക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ള മരുന്ന്, അതായത് ബാറ്ററി സോൾ അത് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഒരു ഡ്രോപ്പ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കും ഹെൽത്തിനൊന്നും വലിയ ഇഷ്യൂസൊന്നും ഇല്ലാത്തത്. പിന്നെ പോരാത്തതിന് മുരിങ്ങയില, പിന്നെ നവരയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം പേസ്റ്റാക്കി കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രാവുകൾക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാറില്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രാവുകുട്ടികളെ എപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കും. ഏതും കുട്ടി എടുത്തെന്നറിയാം. എല്ലാവരും ഇപ്പോൾ 100 കുട്ടിയുണ്ടെങ്കിൽ 100 കുട്ടി എടുത്താലും എല്ലാം ഒരേ സൈസായിരിക്കും. അത് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ അതിന് വിലയിളക്കുന്നുണ്ട്. ഇതല്ലേ എല്ലാം നല്ല കുട്ടികളായിരിക്കും. വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കണ്ടില്ലേ, നല്ല അടിപൊളി കുട്ടികളാണ്. അതേപോലെ തന്നെ നമ്മളെല്ലാ കുട്ടികൾക്കും കറക്റ്റായിട്ട് ഡീവോമിങ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നില്ല. നമ്മളെ പറഞ്ഞാൽ ലിവിങ് ഫുഡെന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടില്ലേ, നമ്മളെ കൂട്ടിൽ എപ്പോഴും ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് കുട്ടി സൈസ് ഉണ്ടാവും. അവർക്ക് നല്ല ഉണ്ടാകും, ക്വാളിറ്റി എല്ലാം നല്ല ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീണൊക്കെ ചെയ്യുക. എപ്പോഴും വേണ്ട തീറ്റയും വെള്ളവും വെച്ചത്, എങ്കിലും കുട്ടികൾ എപ്പോഴും ഫില്ലായി നിൽക്കുകയുള്ളൂ, കറക്റ്റായിട്ട് അവരുടെ ഗ്രോത്ത് കിട്ടത്തുള്ളൂ. അതേപോലെ ഓരോ കുട്ടികൾ കണ്ടില്ലേ. പിന്നെ വേണ്ട ഇതിന് ചെറിയൊരു ബോക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ കണ്ണിൻ്റെ ഇവിടെ ചെറിയ ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ നമ്മളൊന്നും ചേർന്നില്ല, അത് ഓട്ടോമാറ്റിക്കലി അത് കളയി പോലെ. അപ്പോൾ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ഹെൽത്തി, നല്ല ലെങ്ത്താണ്. കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും കാണാനും ഒരു വൃത്തി ഉണ്ടാവണം. നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റ് ഒരാൾ പറയരുത്, പറക്കുകയും വേണം. അപ്പോൾ അത് വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് നല്ല ഗ്രോത്ത് ചെറുതിലേ കിട്ടിയാൽ മാത്രമേ, അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ചെറുതിലേ കിട്ടിയാൽ മാത്രമേ അവർ നല്ല രീതിയിൽ അവർക്ക് പറക്കാനും ഉള്ള ആരോഗ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ വളർച്ചയിലാണ് അവരുടെ ചിറവിനൊക്കെ നീളം വയ്ക്കുന്നത്. ആദ്യമേ ചിറകൊക്കെ കുത്തിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ സക്സസ് ആവില്ല.
അപ്പോൾ അതുകൊണ്ട് അതും കൂടെയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഗ്രോത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ വേണ്ട ഇതാണ്, ബേഡ്സ് നീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിനാണ് കൊടുക്കുന്നത്. അത് ഇപ്പോൾ ഞാൻ ഇത് പുതിയ പാക്കറ്റ് മേടിച്ചതാണ്, നേരത്തെ ഉള്ളത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിയപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇത് കുട്ടികൾ ജനിച്ചൊരു 10 ദിവസമോ കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഓരോ ഡ്രോപ്സ് ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ കൊടുക്കും. അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് വാങ്ങി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. മറ്റുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ടല്ലോ, അപ്പോൾ എന്തായിരുന്നാലും മറ്റുള്ളവരുടെയൊക്കെ ഇതൊക്കെ ചെയ്യട്ടെ എന്ന് വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങി റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടണം. റിസൾട്ട് കിട്ടും, 100% ഷുവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. എൻ്റെ 100 കുട്ടിയുണ്ടെങ്കിൽ 100 കുട്ടിക്ക് ഒരേ വലിപ്പമായിരിക്കും, ഒരേ സൈസായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ പറത്താനുള്ള ഒരു ആരോഗ്യവാനുണ്ടാവും. അല്ലാണ്ട് നമ്മൾ ഈ കൊച്ചിലെ മുരടിച്ചു പോയ കുട്ടി അതിൻ്റെ ചിറവ് ഒരിക്കലും അത് വലുതാവില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണാനും വൃത്തി ഉണ്ടാവില്ല, പറന്നാലും ഒരു സുഖം ഉണ്ടാവില്ല. ചിറവിനൊക്കെ നല്ല ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ, അതിനാണ് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുന്നത്. ചിറവ് വാരി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നല്ല ഇതിൽ വളർന്നു വരികയും ചെയ്യും. അപ്പം നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എന്നോട് വിളിക്കുക. മെഡിസിൻ്റെ കാര്യമായാലും എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ വിളിക്കേണ്ട, മെസ്സേജ് ഇടുക. ഒന്നുകിൽ വാട്സപ്പ് മെസ്സേജ് ഇടുക. വിളിച്ചാൽ എപ്പോഴും കിട്ടത്തുണ്ടാവില്ല. ഒരു 5 കോളൊക്കെ ആകുമ്പോൾ പിന്നെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കത്തില്ല. പിന്നെ ആ ദിവസം കഴിഞ്ഞ് രാത്രി നോക്കത്തുള്ളൂ. പിന്നെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള പിന്നെ ഓരോരുത്തരുടെ വിളിച്ച് ചോദിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇതൊരെണ്ണം വാങ്ങി വെച്ചോ, കുട്ടികൾക്ക് എന്തായിരുന്നാലും കൊടുക്കാം.